Hello, good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Very, very good morning. Okay, shall we start? Okay, madam. Okay, ma'am. വായിച്ചു നോക്കിയോ? ഒട്ടകമാക്കി നന്നായി വായിച്ചൊക്കെ മനസ്സിലാക്കിയോ എല്ലാവരും? വായിച്ചോ? പറയ്. വായിച്ചു നോക്കിയില്ലേ നോട്ടൊക്കെ? എത്ര ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസില് കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു? കീർത്തന ഒന്ന് പറയാമോ പെട്ടെന്ന്? കീർത്തന. Casualty, cardiology, anesthesiology. അത്രയാണ് നമ്മൾ പഠിച്ചത്. അത്രയും ഡിപ്പാർട്ട്മെന്റ് ആണോ പറഞ്ഞു നിർത്തിയേ? അതെ. ആണ്. അതിൽ കൂടുതൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? Gastroenterology വരെ കഴിഞ്ഞു. ഗ്യാസ്ട്രോ എൻട്രോളജി വരെ നമ്മൾ പഠിച്ചു. ഹെപ്പറ്റോളജി ഇല്ല, അതിന്റെ താഴെ ഒരു കുഞ്ഞത് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. പഠിച്ചു. ഐ തിങ്ക് കീർത്തന ഹാസ് മിസ്ഡ് എ ക്ലാസ്. മാഡം. ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായോ? അപ്പൊ നമ്മള് റെക്കോർഡഡ് ക്ലാസ് കണ്ടില്ല. റെക്കോർഡഡ് ക്ലാസ് കാണണേ. കാരണം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകള് പഠിക്കുമ്പോ അത് ഏതൊക്കെയാണ് പഠിച്ചു നിർത്തിയേ, അടുത്തത് ഏതാണെന്ന് ഇങ്ങനെ ഇടയ്ക്ക് വന്നിരുന്ന ടീച്ചേഴ്സ് ചോദിക്കും ക്ലാസ്സിൽ. കാരണം ഒരുപാട് കുറെ ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് അപ്പൊ നിങ്ങളിൽ നിന്നൊന്ന് കൺഫേം കൂടി ചെയ്യാൻ വേണ്ടി നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കിയിട്ട് ഇന്ന ക്ലാസ്സിൽ ഇത്ര വരെയാണ് എടുത്തത് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളിൽ നിന്നും കൂടി അതൊന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് തുടങ്ങി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നേനില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഹെപ്പറ്റോളജി ഒരു കുഞ്ഞു ടോപ്പിക് ആയിട്ട് അവിടെ കിടക്കുന്നേ. പക്ഷെ അത് അങ്ങനെ ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോയതാണ്. അത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് നെയിംസ് എന്തൊക്കെയാ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു പേരുകളൊക്കെ ഒരു പേരുള്ള കാഷ്വാലിറ്റിക്ക് എനി അതർ നെയിംസ് ടൈപ്പ് ചെയ്യാമോ? സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്ത് കൊടുത്തേ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന പേരുണ്ട്. ദെൻ A&E ഡിപ്പാർട്ട്മെന്റ് എന്ന പേരുണ്ട്. അഗെയിൻ A&E ഷോർട്ട് ഫോം ആണ്. അത് എന്തിന്റെ ഷോർട്ട് ഫോമാ? What is the expanded form of A&E department? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പൊ അങ്ങനെ അതിന് അത്രയും പേരുകളൊക്കെ ഉണ്ട്. അതിനകത്ത് വരുന്ന പേഷ്യൻസിന്റെ പ്രത്യേകതകളും എങ്ങനെയാണ് ആ പേഷ്യൻസിനെ അവിടെ കൊണ്ടുവരിക, വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ് എക്യുപ്മെന്റുകൾ എല്ലാം തന്നെ വെൽ എക്യുപ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുക. 24 hours വർക്കിംഗ് ആണ് അവിടെ. എപ്പോ വേണമെങ്കിലും നമുക്ക് കാഷ്വാലിറ്റിയില് പേഷ്യൻസിനെ എമർജൻസി സിറ്റുവേഷൻസിൽ കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് അവിടെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വിൽ ബി ഗിവൺ ടു ദ പേഷ്യൻസിന് വേണ്ട കൃത്യമായിട്ടുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് പിന്നെ മറ്റ് ഏത് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകുക അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇങ്ങനെ പഠിക്കുമ്പോൾ അതിനകത്ത് എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു അല്ലെ. എത്ര വെറൈറ്റീസ് ഓഫ് എയിൽമെന്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലെ. ജനറൽ ആയിട്ടുണ്ടാകുന്ന ഇയർ നോസ് ത്രോട്ട് പ്രോബ്ലംസ് എന്താ പറയാ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്ക് ലംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്.
നെക്ക് ലംസ് നമ്മൾ പറഞ്ഞു എന്താണെന്നൊക്കെ. പിന്നെ ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിലുള്ള ക്യാൻസേഴ്സ്, ടിയർ ഡക്ട് പ്രോബ്ലംസ്, then balancing disorders, voice disorders, okay, salivary gland diseases, ENT allergy problems, അങ്ങനെ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. then endocrinology എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഡിസീസസിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻഡോക്രൈൻ സിസ്റ്റം എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, ഹൈപ്പോതലാമസ്, പീനിയൽ ഗ്ലാൻഡ്, adrenal glands, pituitary glands, then ovaries and testes, and also hormone related to glands. നമ്മുടെ ഗ്ലാൻഡുകളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹോർമോണുകളെ കുറിച്ചിട്ടുള്ള പഠനത്തിനും കൂടി നമ്മുടെ എൻഡോക്രൈനോളജി സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടി പഠനം കൂടിയാണ്. അപ്പൊ ഇത് കുറച്ച് ഏതെങ്കിലുമൊക്കെ ചില എന്താ പറയാ പ്രത്യേക ഡിപ്പാർട്ട്മെന്റുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണെന്ന് കൂടി നമ്മൾ പറഞ്ഞു. ഇത് ഓൾസോ ക്ലോസ്ലി വർക്ക്സ് വിത്ത് ഓഫ്താൽമോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജറി ഒബ്സ്റ്റെട്രിക്സ്, ട്രാൻസ്പ്ലാന്റേഷൻസ്, ഇതൊക്കെ ആയിട്ട് ഒത്തിരി ലിങ്ക്ഡ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. കാരണം ഗ്ലാൻഡുകൾ എവിടേക്കുണ്ട്, ആ ഗ്ലാൻഡുകൾക്ക് ഉണ്ടാകാവുന്ന ഡിസീസസ് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. അപ്പൊ ഈ പറയുന്ന ഒഫ്താൽമോളജി നമുക്കറിയാം, കണ്ണുനീർ ഗ്രന്ഥി, കണ്ണ് അതിനകത്ത് ഒരുപാട് ഗ്ലാൻഡുകളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ കണക്റ്റഡ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ ഗ്ലാൻഡുകളും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി വിത്ത് ഗ്ലാൻഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ അങ്ങനെയുള്ള മെഡിസിനൽ സ്റ്റഡിയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. then also അവിടെ മറ്റ് തരത്തിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ ഈസ് പ്രൊവൈഡഡ് ഫോർ ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപൊറോസിസ്, കാൽഷ്യം ഡിസോർഡേഴ്സ് ആണ്, pituitary, gonad, adrenal disorders, thyroid disorders, transgender and also intersex medicines and transplantation. പിന്നെ നമ്മൾ ജെറിയാട്രിക്സ്, എൽഡർലി പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനോട് എന്താ പറയാ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റി സർവീസസ് ആയിട്ടുള്ള ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ് ആൻഡ് ഓൾസോ പാലിയേറ്റീവ് കെയർ സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനോട് കണക്ട് ചെയ്തിട്ടാണ്. കാരണം ഒത്തിരി ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട ചില കമ്മ്യൂണിറ്റി സർവീസസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ജനറൽ മെഡിസിൻ, ആ ഒരു ജനറൽ മെഡിസിൻ GM എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് GP, ജനറൽ പ്രാക്ടീഷണർ ആണ്. ഫിസിഷ്യൻ ഹു ഇസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെഡിസിനൽ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളല്ല, ജനറൽ ആയിട്ടുള്ള ഒരു ജനറൽ പ്രാക്ടീഷണർ ആണ് ഈ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുക. സാധാരണ ഇവർ ചെയ്യുന്ന റുട്ടീൻ ഹെൽത്ത് കെയർ, അതായത് നമ്മുടെ എന്താ പറയാ ഫിസിക്കൽ എക്സാമിനേഷൻസ്, ഇമ്മ്യൂണൈസേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള അഡൽട്ട് പേഴ്സൺസിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസീസസ്, അതിനെ കുറിച്ച് പഠിക്കുക, അതിന് എന്താ പറയാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഇഞ്ചുറീസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഡിസീസസ് ആയിക്കോട്ടെ. And also they must have a degree of MBBS with MD ആണ് കേട്ടോ. അവരുടെ MBBS with MD, ജനറൽ മെഡിസിനിലെ MD ആയിട്ടുള്ളവരാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗ്യാസ്ട്രോ എൻട്രോളജി നമ്മൾ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഈ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡയഗ്നോസിസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ഈസോഫാഗസ്. നമ്മുടെ ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ ആൻഡ് കോളം ആൻഡ് റെക്ടം അല്ലെ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഇതിനകത്തൊക്കെ വരാവുന്ന ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഗ്യാസ്ട്രോ എൻട്രോളജിയിലുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ വർക്ക് ചെയ്യുന്ന, ഇവിടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നഴ്സസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ നഴ്സസ് ആണ്. സ്പെഷ്യൽ കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൊമക്കിനകത്തേക്ക് സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കണ്ടുപിടിക്കണമെങ്കിൽ എൻഡോസ്കോപ്പി പോലെയുള്ള ചില എന്താ പറയാ ടെസ്റ്റിംഗ് രീതിയും അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയൊക്കെ നടത്തി. അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്, ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ നഴ്സസ് തന്നെയാണ്, അവരാണ് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് പ്രോബ്ലം എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ബവൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനുള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യൽ നഴ്സസ് ആണ് പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് വരെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പറഞ്ഞത് ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, which treats the patients those who are suffering from disorders of liver അല്ലെ, നമ്മുടെ ലിവർ സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, ഡയഗ്നോസിസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. ആൻഡ് അപ് ടു ദിസ് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തത്. കേൾക്കാത്തവരുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ.
അടുത്ത ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നവരിൽ നമ്മൾ മെജോറിറ്റിയും ലേഡീസ് തന്നെയാണ്, ഗേൾസ് ആണ്. സോ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ തെറ്റായ ധാരണ വേണ്ട. എന്താ പറയാ പ്രഗ്നൻസിക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള ചില ആളുകൾക്ക്, ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ഇല്ല അങ്ങനത്തെ സംശയങ്ങള്. നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പ്രധാനമായിട്ടും ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് സ്ത്രീകളുടെ പ്രത്യുൽപാദന ആ ഒരു സമ്പ്രദായം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം വിമൻസ് ലൈഫ് ഈസ് എന്താ പറയാ ഇറ്റ്സ് എ യൂണിക് ചേഞ്ചസ്. ഇതിലുണ്ടാകുന്ന ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില യുണീക്ക് ആയിട്ടുള്ള ചേഞ്ചസ്, പുരുഷന്മാരിൽ കാണാത്ത ചില ഒത്തിരി ചേഞ്ചസുകൾക്ക് വിധേയമാണ് സ്ത്രീകളുടെ ഒരു ഫിസിക്കൽ അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഫ്രം ദ ടൈം ഓഫ് ഓർ ദ പീരീഡ് ഓഫ് അറ്റൈനിങ് മെനാർക്ക്. നമുക്കറിയാം ആ ഒരു ചേഞ്ചസിന്റെ ആരംഭം ഉണ്ടാകുന്നത് ഏത് സമയത്താ? ഫ്രം ദ അറ്റൈനിങ് ദ പീരീഡ് ഓഫ് മെനാർക്ക്. മെനാർക്ക് എന്ന് പറയുന്ന ആ പീരീഡ് തുടങ്ങുന്ന സമയത്താണ് മെൻസ്ട്രുവേഷൻ. അതായത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അതിനെയാണ് നമ്മൾ മെനാർക്ക് എന്ന് വിളിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി മെനോപോസ് വരെയുള്ള സമയത്ത്, അതായത് നമ്മൾ ആ ഒരു പീരീഡിന്റെ ലാസ്റ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ നമുക്ക് മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയം വരെ ഉണ്ടാകുന്ന ആ സമയത്ത് ഒത്തിരി ചേഞ്ചസ് സ്ത്രീകളുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു അതായത് ആർത്തവ ആരംഭവും ആർത്തവ വിരാമവും വരെയുള്ള ആ ഒരു കാലഘട്ടത്തിന് സ്ത്രീകളുടെ ശരീരത്തിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകുന്നത് ഫിസിക്കലി ഓർ ഏതൊക്കെ രീതിയിൽ ഫിസിക്കലി ആകട്ടെ ചേഞ്ചസ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അതനുസരിച്ച് ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മെന്റലി അത് എഫക്റ്റീവ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ സ്ത്രീകളുടെ ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഇറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മേക്ക് സം ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ചിലപ്പോഴൊക്കെ ഇത്തരം ചേഞ്ചസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ സ്ത്രീകളുടെ എന്താ പറയാ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലി അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ചില ആളുകൾക്ക് മെനാർക്ക് തുടങ്ങുന്നു, റെഗുലർ ആയിട്ട് അത് കറക്റ്റ് ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ കഴിയുമ്പോൾ 21 days ഒക്കെ 21 to 23, 24 ഡേയ്സിന് ഉള്ളിൽ അടുത്ത് അങ്ങനെ ആ ഒരു ദിവസത്തിന് ഗ്യാപ്പ് എങ്കിലും കൊടുക്കുന്നു. അതല്ല ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞ് വീണ്ടും അത് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ വരിക. അപ്പൊ ഒരു മന്ത്ലി തന്നെ ട്വൈസ് ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇറഗുലർ ആയിട്ടുള്ള എന്താ പറയാ പീരിയഡ്സ് ഉണ്ടാകുന്നത് അവർ ഓവർ ബ്ലീഡിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും അപ്പൊ ചില കാരണങ്ങൾ കൊണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ ആയിരിക്കും സമീപിക്കേണ്ടേ. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ പ്രഗ്നൻസി പീരീഡിൽ മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. ഈ പറയുന്ന മെനാർക്ക് പീരീഡിൽ നമുക്ക് തുടങ്ങുന്ന സ്ത്രീകളുടെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ആ ഒരു സമയത്താണ് അവിടെ നിറയും മെനോപോസ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ ഡ്യൂറേഷനിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും സ്ത്രീകളെ മാത്രം സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല ഗൈനക്കിനെ കാണാൻ പോയി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഒത്തിരി കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവർ നമുക്കറിയാം. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഫാസ്റ്റ് ഫുഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. ഒത്തിരി എന്താ പറയാ ഈ ഇതൊക്കെ ഇഞ്ചക്ട് ചെയ്ത ചിക്കനും മറ്റുമൊക്കെയാണ് കുട്ടികൾക്ക് കഴിക്കാൻ ഏത് സമയവും ആഗ്രഹം. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാകുന്ന അത്തരം സാധനങ്ങൾക്ക് കൂടുതൽ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ കൃത്യമായിട്ടുള്ള പീരിയഡ്സ് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതും അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകും അല്ലെ. അത്തരം ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലതൊക്കെ PCOD എന്നും മറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വരുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഗൈനക്കോളജി. അപ്പൊ ഈ പറയുന്ന ചേഞ്ചസ്, ഇത്തരം ചേഞ്ചസ് അല്ലെങ്കിൽ ഇത്തരം ഡിസീസസ്, ഇത്തരം ഡിസോർഡേഴ്സ് മേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് അവർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. തീർച്ചയായിട്ടും ഇത്തരം ഡിസോർഡേഴ്സ് നമ്മൾ തുടക്കത്തിലെ തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ ആദ്യമേ തന്നെ അവലംബിച്ചില്ലെങ്കിൽ ഇറ്റ് മേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് അവർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പിൽക്കാലത്ത് പിന്നീട് കുട്ടിയൊക്കെ വളർന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ റീപ്രൊഡക്ഷനെ ചിലപ്പോൾ അത് കാര്യമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഏർലി സ്റ്റേജ് ഓഫ് ഇത്തരം ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് വേഗം തന്നെ ചികിത്സിച്ചാൽ നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെനാർക്ക് തുടങ്ങി മെനോപോസ് വരെ ഇതൊരു വലിയ ഏരിയ ആയി മാറും അങ്ങനെ വരുമ്പോൾ അല്ലെ. ഇതെല്ലാം കൂടി ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒതുക്കാതെ നൗ ദീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ സബ് ഡിവൈഡഡ്. അതുകൊണ്ട് ഇതിനെ സ്പെഷ്യലൈസ് ചെയ്ത് മൂന്ന് വിഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്.
കാരണം മെനാർക്ക് തുടങ്ങുന്ന സമയം തുടങ്ങി മെനോപോസ് അവസാനിക്കുന്ന അഥവാ വിരാമത്തിന്റെ സമയം വരെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇടയിൽ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഈ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ ഇന്ന് നമ്മുടെ അതായത് കുറച്ചധികം കാലഘട്ടങ്ങൾക്കൊക്കെ എന്താ പറയാ പിന്നിട്ടപ്പോഴാണ് അല്ലെങ്കിൽ കുറെ അധികം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറെ ഓരോ പ്രത്യേക ഏരിയ കൂടി ഫോക്കസ് ചെയ്യണമെന്ന് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനും കൂടി അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ 3 areas are gynecology, obstetrics and infertility. ഇതിനെ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തു. ഗൈനക്കോളജി അപ്പൊ അത് സ്ത്രീകൾക്ക് എല്ലാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് നമുക്ക് സമീപിക്കാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അത് ഗൈനക്കോളജി. ഒബ്സ്റ്റട്രിക്സ് ആണ്. ഒബ്സ്റ്റട്രിക്സ് എന്താ, ഒരു സ്ത്രീ എന്താ പറയാ ഗർഭിണിയാകുന്നത് മുതൽ പ്രഗ്നൻസി പീരീഡ് തുടങ്ങി, അതായത് അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തുടങ്ങി ചൈൽഡ് ബർത്തിന് ബിഫോറും ആഫ്റ്ററും, കുട്ടി ജനിക്കുന്നതിന് മുൻപും കുട്ടി ജനിച്ചതിന് ശേഷവും ഉണ്ടാകുന്ന എല്ലാ ട്രീറ്റ്മെന്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഗൈനക്കോളജിയിൽ പോകാവുന്ന എല്ലാവർക്കും ഒബ്സ്റ്റട്രിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ പോകേണ്ടി വരുന്നില്ല. ബിക്കോസ് ഗൈനക്കോളജിയിൽ എല്ലാ ട്രീറ്റ്മെന്റുകളും ഉണ്ട്. അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചില പ്രത്യേക മേഖലകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ചൈൽഡ് ബർത്ത്, ബിഫോർ ചൈൽഡ് ബർത്തും ആഫ്റ്റർ ചൈൽഡ് ബർത്തും ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി പീരീഡിലും ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ, ഇൻഫെർട്ടിലിറ്റി ആണ്. എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഇൻഫെർട്ടിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണത് ഇൻഫെർട്ടിലിറ്റിയുടെ അർത്ഥം? എന്തത് ഇൻഫെർട്ടിലിറ്റി? കുട്ടികളില്ലാത്ത അവസ്ഥ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മലയാളത്തിൽ അതിനെന്ത് വിളിക്കും? വന്ധ്യത എന്ന് കേട്ടിട്ടുണ്ടോ? വന്ധ്യത എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, അത് തന്നെ. ഞാൻ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാൻ ഇത്തിരി താമസിച്ചത്. വന്ധ്യത ഞാനും അങ്ങനെ തന്നെ കേട്ടേക്കണേ. ഓക്കെ, അപ്പൊ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഒരു വേർഡായിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് മലയാളത്തിൽ വന്ധ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. കാരണം കുട്ടികൾ വിവാഹം ചെയ്ത് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന കുറച്ച് സമയത്തിനുള്ളിൽ കുട്ടികൾ ഉണ്ടാകുമല്ലോ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ഉള്ളത് കൊണ്ട് മേ ബി സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അതിന് കാരണങ്ങളൊക്കെ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് കണ്ടോ. അപ്പൊ അതിന് വേണ്ടി മാത്രം, അപ്പൊ അത് പർട്ടിക്കുലറൈസ് ചെയ്ത് എന്ത് ചെയ്തിരിക്കുന്നു, മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഏത് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഇന്ന് ഇത് പ്രത്യേകം തരം തിരിച്ചും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? മനസ്സിലായോ? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഓൾ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, സർജിക്കൽ തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നു, കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ദ ഡിസോർഡേഴ്സ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് ഫീമെയിലിന്റെ, സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് സ്പെക്ട്രം, ആ മൊത്തത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഗൈനക്കോളജി എന്ന് പറയുന്നതിൽ കൊടുക്കുന്ന. അത് ട്രീറ്റ്മെന്റ് ഉണ്ട്, സർജറീസ് ഉണ്ട്, തെറാപ്പീസ് ഉണ്ട്, എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? എല്ലാരും ഓക്കെ, യെസ്. അപ്പൊ സോ നമുക്ക് ഗൈനക്കോളജി വിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഗൈനക്കോളജിയുടെ ഒരു പർട്ടിക്കുലർ ഏരിയ ആയ ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. എന്താണ് ഒബ്സ്റ്റട്രിക്സ്? നേരത്തെ പറഞ്ഞല്ലോ, ഡീലിംഗ് വിത്ത് ദ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ബിഫോർ ചൈൽഡ് ബർത്ത് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, ഡ്യൂറിംഗ് ദ ചൈൽഡ് ബർത്ത്. അതായത് കുട്ടി ഉണ്ടാകുന്നതിന് മുൻപ് ആ കുട്ടിയെ വഹിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത്, കുട്ടി ഉണ്ടായതിനു ശേഷം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെന്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പർട്ടിക്കുലർലി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ബോത്ത് മെന്നിലും വിമനിലും ഉണ്ടാകുമ്പോ, ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എന്താ പറയാ, ഫെർട്ടൈൽ ആകാത്തൊരവസ്ഥ, അതായത് കുട്ടികൾ ഉണ്ടാകാനുള്ള ആ ഒരു ഫെർട്ടിലിറ്റി, ആ ഒരു എന്താ പറയാ ഫെസിലിറ്റി ഇല്ലാത്തൊരു അവസ്ഥ, അത് മെന്നിലായിക്കോട്ടെ വിമനിലായിക്കോട്ടെ, സ്ത്രീകളും പുരുഷന്മാരിലും ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് എന്താണെന്ന് കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിസിനും കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടെക്നിക്കാണ്, ടെക്നോളജിയാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്, അല്ലെങ്കിൽ ART എന്നൊന്ന് അവിടെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതി വെക്കാമോ നിങ്ങളുടെ നോട്ടില്? ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. ടെക്നിക് എന്നും കൂടി ഉണ്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് എന്ന് മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ. ഒരു ART എന്ന് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം കൂടി വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ഓർ ടെക്നോളജി, രണ്ടും ഒന്ന് തന്നെയാണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ഓർ ടെക്നോളജി.
ART എന്ന് നോട്ടില് സൈഡില് എവിടെയെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ എവിടെയെങ്കിലും പൊക്കത്തിലോ താഴത്തോ അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് നോട്ട്ബുക്ക് എടുത്ത് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെയോ എഴുതി വെച്ചേക്ക്. എപ്പോഴെങ്കിലും ആവശ്യം വരും, നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ മെൻ ആൻഡ് വിമനിൽ ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് അല്ല അത് അടുത്ത പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം, അതിന് സർജറി ആയിരിക്കാം ചിലപ്പോൾ പരിഹാരം, അതെന്താണെന്നൊക്കെ കണ്ടെത്തി അതിനുള്ള മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയാണ് അതിന്റെ കൂടെ. അപ്പൊ ഇതിനകത്താണ് ഈ ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള മറ്റ് ടു ഇംപ്രൂവ്, എങ്ങനെയാണ് ഈ ഇൻഫെർട്ടിലിറ്റി ഇല്ലാതാക്കി ഫെർട്ടൈൽ ആക്കുക, ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് സച്ച് ആസ് ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ IVF, കൃത്രിമ ഗർഭധാരണം അല്ലെ. കൃത്രിമ ഗർഭധാരണത്തിലേക്ക് ചിലപ്പോൾ ചിലർക്ക് എത്ര തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്താലും അത് ചിലപ്പോൾ സാധ്യമായി വരില്ല. അപ്പൊ അതിന് ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെ, കൃത്രിമമായിട്ട് കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു രീതി IVF, ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ. അതിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ IVF എന്നൊന്ന് ഇട്ടേക്ക്, അവിടെ ഉണ്ട് അത്. ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ അവിടെ ഉണ്ട്, അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങളൊന്ന് IVF എന്ന് ഇട്ടേക്ക്. ഷോർട്ട് ഫോം അബ്രിവിയേറ്റഡ് ഫോംസ് ഒക്കെ പഠിക്കാൻ ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ഇതൊക്കെ അവിടെ ചിലയിടത്തൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നാണ് മനസ്സിലായല്ലോ. എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ്? ഒബ്സ്റ്ററ്റിക്സും ഗൈനക്കോളജിയും രണ്ടും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? രണ്ടും ഒന്നാണോ? എന്റെ ചോദ്യം അതാണ്. ആണോ? അല്ല അല്ലെ, ഗൈനക്കോളജിയുടെ ഒരു സബാണ്. അതെന്ന് മനസ്സിലായോ അല്ലെ? അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ, മദർ ചൈൽഡ്, അവർക്ക് വേണ്ടി മാത്രം അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാം. മാത്രമല്ല ഈ പറയുന്ന നമ്മളുടെ മെന്നോ ഫീമെയിലിനോ ഉണ്ടാകുന്ന ഫെർട്ടിലിറ്റി ഇഷ്യൂസ് അല്ലെ, അങ്ങനെ ഉണ്ടാകുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് ART എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇറ്റ് ഇംപ്രൂവ്സ്, അങ്ങനെ ഫെർട്ടിലിറ്റി ആക്കി ഇംപ്രൂവ് ചെയ്ത് അവർക്ക് ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക, കൃത്രിമ ഗർഭധാരണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞോട്ടെ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ, ന്യൂറോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടേഴ്സ് ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഓൾസോ ട്രീറ്റ് ദ പേഷ്യൻസ്. കാരണം എന്താണെന്നറിയോ, ഈ ഇവിടെ ചില പെട്ടെന്നൊക്കെ ചെന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് രോഗമാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഡോക്ടേഴ്സ് ഹാവ് ടു മേക്ക് സം ഇൻവെസ്റ്റിഗേഷൻസ് അബൌട്ട് ദ പേഷ്യൻസ്. പേഷ്യൻസിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കുറെ പഠിച്ചിട്ടൊക്കെ അവരുടെ രോഗത്തിന്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ അത്ര എളുപ്പം സാധ്യമാകുന്ന ഒരു ഏരിയ അല്ല ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ട്രീറ്റ് ദ പേഷ്യൻസ് by finding their problems. അവരുടെ രോഗങ്ങളുടെ കാരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി കണ്ടെത്തി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അങ്ങനെ അവരുടെ ചിലപ്പോ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെയുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പൊ they have to investigate whether it is affecting their brain or spinal cord. അവരുടെ ആ പ്രശ്നങ്ങൾ അവരുടെ സ്പൈനൽ കോഡിനെയോ അല്ലെങ്കിൽ ബ്രെയിനെയൊക്കെ ബാധിക്കുന്നതാണോ എന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് and they have to make the ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ന്യൂറോളജിസ്റ്റ് ഹാവ് ടു എക്സാമിൻ ദ പേഷ്യൻസ്. ഇപ്പൊ നേരിട്ട് ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്കൊന്നും ചില പേഷ്യൻസ് പോകുന്നില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഇത്ര ഇന്റർവെല്ലില് നമുക്ക് തലവേദന വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് സാധാരണ നമ്മളിപ്പോ ചിലപ്പോ വേണമെങ്കിൽ ENT പോയി കാണും, ചിലവര് എന്താ പറയാ ഫിസിഷ്യൻസിനെ പോയി കാണും. നമുക്കറിയില്ലല്ലോ ഇതെന്ത് സംബന്ധമായിട്ട്. എന്തൊക്കെ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പോകണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ ഫിസിഷ്യനെ കാണും അല്ലെങ്കിൽ ENT കാണും, അങ്ങനെയൊക്കെ കാണും. ചിലപ്പോൾ ഇവരായിരിക്കാം, ഈ ഫിസിഷ്യനോ അല്ലെങ്കിൽ ENT ആയിരിക്കും, they may suggest them to the neurologist. ന്യൂറോളജിസ്റ്റിലേക്ക് അവരെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങൾ അവിടെ ഒന്ന് പോയി കാണും. കാരണം നമ്മളിപ്പോ 2-3 പ്രാവശ്യമൊക്കെ മരുന്ന് തലവേദനയൊക്കെ ആയിട്ട് സാധാരണ ഉണ്ടാകുന്ന പല തലവേദനകളും പോലെയാണെന്ന് വിചാരിച്ച് മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അത് എന്നിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് പോകുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു ചിലപ്പോൾ സജഷൻസ് നടത്തും. ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണുക. അപ്പോൾ ബോത്ത് ഇൻ പേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ് they come to the neurologist for their examinations which are who are suggested from other physicians. മറ്റ് ഫിസിഷ്യൻസിൽ നിന്ന്
സജസ്റ്റ് ചെയ്യപ്പെടുന്ന ഇൻപേഷ്യൻസും ഔട്ട് പേഷ്യൻസും ഒക്കെ എവിടെ എത്തുന്നുണ്ട്? അപ്പൊ ന്യൂറോളജിസ്റ്റിന്റെ പക്കൽ എത്തുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സെറ്റിംഗ്സ് ഒക്കെ നമ്മുടെ ന്യൂറോളജി വിഭാഗത്തിലുണ്ട്. ആൻഡ് ദ ന്യൂറോളജിസ്റ്റ് മേക്സ് എ കോംപ്രഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി അബൌട്ട് ദ പേഷ്യൻസ്. ഈ ചെല്ലുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായ ഒരു പഠനം അവരെ കുറിച്ച് നടത്തും. അതിനെ കുറിച്ച് ഇത്തരം പേഷ്യൻസ് തന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവരുടെ നെർവസ് സിസ്റ്റത്തെയും അങ്ങനെയൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി അവരുടെ നെർവസ് സിസ്റ്റത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് they make some comprehensive medical study or history of that particular patient. തന്റെ മുന്നിലിരിക്കുന്ന പേഷ്യന്റിന്റെ ഒരു സമഗ്രമായ ഒരു വിശദീകരമായ ഒരു പഠനം നടത്തും. അതിന് ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് പരിശോധിച്ച് നോക്കും. ഇങ്ങനെ സ്റ്റെത്തസ്കോപ്പ് വെച്ചോ കൈ കൊണ്ട് തന്നെയോ ഒക്കെ പരിശോധിച്ചൊക്കെ നോക്കും. അവരുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നടക്കുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, അതായത് ഓരോരുത്തരുടെ എന്താ പറയാ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, അതായത് നമ്മുടെ വൈജ്ഞാനികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നേരം ന്യൂറോളജിസ്റ്റുകൾ മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കും. മോട്ടോർ സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞുതരാം. അവിടെ മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കും. സെൻസേഷൻ റിഫ്ലക്ഷൻസ്, അതായത് നമ്മളെ തൊടുന്ന സ്പർശിക്കുന്ന സ്ഥലങ്ങളിൽ ആ സെൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. കോർഡിനേഷൻ, അതായത് ചില കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചിട്ട് അതിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്ത് കോർഡിനേറ്റ് ചെയ്ത് പറയാൻ, അതായത് ഒരു കോർഡിനേഷൻ അവർക്ക് പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓൾസോ ദേ ആർ ജഡ്ജ്, ദാറ്റ് മീൻസ് അവരെയൊക്കെ നടത്തിയൊക്കെ നോക്കും. നടത്തത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടത്തി പരിശോധിച്ച് പ്രാക്ടിക്കലാക്കി ചെയ്യിപ്പിച്ച് കാണിച്ചിട്ടാണ് ന്യൂറോളജിസ്റ്റുകൾക്ക് അവർക്ക് അവരുടെ ആ മുമ്പിലിരിക്കുന്ന പേഷ്യന്റിന്റെ കാര്യം എന്താണെന്ന് വ്യക്തമാക്കാനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റുള്ളൂ. സോ ഈ പറയുന്ന ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നു, മോട്ടോർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്നു, നമ്മുടെ സെൻസേഷൻ റിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുന്നു, കോർഡിനേഷൻ ആൻഡ് ഓൾസോ ജഡ്ജ് നടത്തും. അതുപോലെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യതയോടെ ഓർമ്മിച്ച് കാര്യങ്ങൾ ആള് പറയുന്നുണ്ടോ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത്തരം പ്രശ്നങ്ങൾ ന്യൂറോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഓർത്തെടുത്ത് കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അത് ഓർഡറിൽ പറയാനായിട്ട് പറ്റില്ല. ചില ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും, ഡോക്ടർ ഇങ്ങനെ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തെടുത്തിട്ട് അതൊന്ന് പറയുക. അത് എന്താ പറയാ, അതിന്റെ അസെൻഡിങ് ഓർഡറിൽ രാവിലെ തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയാം. രാവിലെ തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓർഡർ ആയിട്ട് പറയാൻ പറയും. അതൊന്ന് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് പറഞ്ഞു വെക്കേ. ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് രാത്രി തുടങ്ങി അങ്ങോട്ട് ഫ്രണ്ടിൽ വരെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അത് കൃത്യമായിട്ടത് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളല്ല തിരിച്ചങ്ങോട്ട് പറയുക എന്നുള്ളതൊക്കെ അതൊക്കെ കോർഡിനേഷന്റെ ഒരു ഭാഗമാണ്. ആൻഡ് മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പറഞ്ഞുതരാം. അത് ഇച്ചിരി ഇതൊരു ആക്ഷൻ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. ഈ മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതായത് നമുക്ക് ഒരു നമ്മുടെ ജോയിന്റ് മസിൽസിനൊക്കെ ഒരു സ്ട്രെങ്ത് ഉണ്ട് അല്ലെ. ഈ എന്തെങ്കിലും തരത്തിലുള്ള നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ എന്താ പറയാ ഈ കൈകളിൽ ഇങ്ങനെ ഭിത്തിയിൽ ചിലപ്പോൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പുഷ് ചെയ്യാൻ പറയും. അപ്പൊ ഈ പുഷ് ചെയ്യുന്ന സമയത്ത് അവരുടെ ജോയിന്റുകളും മസിൽസും അതൊക്കെ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്. ഒരു 6 തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ട്. നിങ്ങൾ അതിന്റെ ഇതൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ആ ഇരുത്തിയിരിക്കുന്നു ആ മൂവ്മെന്റുകൾ 6 തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ട്. ആ മൂവ്മെന്റുകളെല്ലാം തന്നെ ഓക്കെ ആണെങ്കിൽ മസിൽസ് മൂവ് ഇപ്പൊ ഒരു ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുമ്പോൾ മസിൽ മൂവ് ചെയ്യുന്നു, ജോയിന്റ് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ അപ്പൊ അവർ അതിന് മാർക്ക് ഇടുന്നു. അപ്പൊ 6 ഒരു മാർക്ക് അല്ലെ. പിന്നെ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ഇപ്പൊ കാലുകളൊക്കെ താഴ്ത്തു വെച്ചിട്ട് കാല് വെച്ചിട്ടായിരിക്കാം ചിലപ്പോ എന്ത് ചെയ്യുക, ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കുന്നു. കൈ ഇങ്ങനെ ഭിത്തിയിൽ ചേർത്ത് വെച്ചിട്ട് പുഷ് ചെയ്തിട്ടോ അങ്ങനെയാകാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പ്രസ് ചെയ്തിട്ട് അങ്ങനെ. അപ്പൊ ഈ മൂവ്മെന്റുകൾ മസിൽസിന്റെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് ഒരു റാങ്കിങ്, എല്ലാ മസിൽസ് മൂവ്മെന്റുകളും ജോയിന്റ് മൂവ്മെന്റുകളും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ആൾക്ക് ഫുൾ മാർക്കാണ്. 6 മൂവ്മെന്റുകൾ ഉണ്ടെങ്കിൽ ആ 6ഉം കറക്റ്റ് ആണ്. അപ്പൊ മോട്ടോർ സ്ട്രെങ്ത് ഓക്കെയാണ്. ആ വയസ്സ് അവിടെ പ്രശ്നമൊന്നുമില്ല. മനസ്സിലാക്കുന്നു. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഈ ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ ഇവര് ചെയ്തു നോക്കും ന്യൂറോളജിസ്റ്റുകൾ. ആൻഡ് ഓൺലി ദേ ക്യാൻ പ്രൊവൈഡ് ദ ട്രീറ്റ്മെന്റ്. അതനുസരിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും. കാര്യം മനസ്സിലായോ? എന്താ മോട്ടോർ സ്ട്രെങ്ത് എന്ന് മനസ്സിലായോ? അപ്പൊ ഈ മൂവ്മെന്റുകൾ പല രീതിയിലുണ്ട്. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കൈ മീൻസ് നടത്താം അതെ, മസിൽസിന്റെ മൂവ്മെന്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് മസിൽ മൂവ് ചെയ്യുന്നില്ല.
അങ്ങനെ വരുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്, ന്യൂറോ സംബന്ധമായിട്ട് നെർവ് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ചെയ്യിപ്പിക്കുക, അത് പരിശോധനയുടെ ഒരു ഭാഗമാണെന്ന്. അപ്പൊ ഈ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ വിജ്ഞാനപരമായിട്ട്, അതായത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവരോട് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക. അതോടൊപ്പം തന്നെ മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കുക, സെൻസേഷൻ റിഫ്ലക്ഷൻ പരിശോധിക്കുക, അവരുടെ കോർഡിനേഷൻ രീതി എങ്ങനെയാണെന്ന് പരിശോധിക്കുക, അവരുടെ നടത്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇതെല്ലാം ഈ ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ വരുന്നതാണ്. അപ്പൊ നെർവ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ബാധിക്കുന്ന ചില ഡിസോർഡേഴ്സ് ഇതെല്ലാം എവിടെ റിഫ്ലക്ട് ചെയ്യും, ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ റിഫ്ലക്ട് ചെയ്യും. സോ ദ ന്യൂറോളജിസ്റ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെയർ ഈസ് സം പ്രോബ്ലം ഇൻ ദെയർ നെർവ് സിസ്റ്റം. അവരുടെ നെർവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും ചെയ്യും, കൊടുക്കാനും പറ്റും. ഓക്കെ, ആൻഡ് ഇഫ് എനി പേഷ്യന്റ് റിക്വയർസ് എനി സർജറി, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് ഇപ്പൊ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർജറിക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം ദ സർജറി. സാധാരണ ന്യൂറോളജിസ്റ്റുകളല്ല ഇതിന്റെ എന്താ പറയാ സർജറീസ് പെർഫോം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതാരായിരിക്കും? അവര് റെഫർ ചെയ്യും. ന്യൂറോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? റെഫർ ചെയ്യും. ആർക്ക്? ഇന്ന പേഷ്യന്റിന് സർജറി ആവശ്യമുള്ളത് മറ്റ് റെഫർ ചെയ്യുന്നത് ന്യൂറോ സർജനിലേക്കാണ്. ന്യൂറോ സർജൻ ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂറോളജിയിൽ എന്ത് ചെയ്യുന്നത്? സർജറി പെർഫോം ചെയ്യുന്നത്. ആരാണ്? ന്യൂറോ സർജൻ. ന്യൂറോളജിസ്റ്റ് അല്ല കേട്ടോ. ജയറ്റ് മീൻസ് വാക്ക്, നടത്തം. ക്ലിയർ ആയോ? അപ്പൊ സർജിക്കൽ ഇന്റർവെൻഷൻ നടത്തുന്നത് ന്യൂറോ സർജൻ ആണ് എന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ക്ലിയർ ആയോ? എന്താണ് ന്യൂറോളജി എന്ന് പറയുന്നത്? ഈ വേണമെങ്കിൽ ഈ വേർഡിന്റെ മീനിങ് അറിയില്ലാത്തവർ എഴുതി വെച്ചാൽ മതി കേട്ടോ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി, സമഗ്രമായ എന്താ പറയാ, കോംപ്രിഹെൻസീവ് സമഗ്രമായ വൈദ്യപരിശോധന. അതായത് ഇങ്ങോട്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എന്തൊക്കെ അസുഖങ്ങളെ മുന്ന് വന്നേക്കണേ ആണെങ്കിൽ അതൊക്കെ ചോദിക്കും. അപ്പൊ അത് പറയണം. കാരണം ഇപ്പൊ ചിലപ്പോ ചില അസുഖങ്ങൾ, പണ്ടുണ്ടായിരുന്ന ചില അസുഖങ്ങളുടെ മറ്റൊരു രീതിയിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടൊക്കെ വന്നേക്കണതാകാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ഒന്ന് പരിശോധിക്കും. ചിലപ്പോൾ അവരുടെ ഡാറ്റാസ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ, ഇൻഫോർമേഷൻസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എപ്പോഴെപ്പോഴും വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുമല്ലോ. ആ ചാർട്ടൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഇങ്ങനെ ഒരു അസുഖം ആൾക്ക് വന്നിട്ടുണ്ട്, അപ്പൊ അതിന് കണക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു അസുഖം വന്നേക്കണേ. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് സമഗ്രമായ ഒരു വൈദ്യപരിശോധന നടത്തും. അതാണ് കേട്ടോ കോംപ്രഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജയചന്ദ്രൻ ഇനി ഇതുവരെ കിട്ടിയില്ല. പിന്നെന്താ പറഞ്ഞത്? കോഗ്നിറ്റീവ് ഫങ്ഷൻ. അതൊന്ന് വേണമെങ്കിൽ എഴുതി വെച്ചേക്കാം. വൈജ്ഞാനിക പ്രവർത്തനം, കോഗ്നിറ്റീവ് ഫങ്ഷൻ, വൈജ്ഞാനിക പ്രവർത്തനം. മലയാളം വേർഡ് വേണ്ടവരെ എഴുതിയാൽ മതിയേ. കോർഡിനേഷൻ, ഏകോപനം. ജയറ്റ് നടത്തം. ഇനി ഞാൻ പറയില്ല കേട്ടാ, ജയറ്റ് നടത്തം ഇനി ഞാൻ പറയില്ല. ഓക്കെ, വാക്കെന്ന് പറഞ്ഞാ പോരെ അല്ലേ? അതല്ലേ, നമ്മളിങ്ങനെ നടക്കുക, ഓടുക, ഇങ്ങനെ ജോഗ് ചെയ്യുക അല്ലേ? അതൊക്കെ ചെയ്യിപ്പിച്ച് നോക്കും നമ്മുടെ ന്യൂറോളജിസ്റ്റുകൾ. എന്നിട്ടൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യിപ്പിച്ച് നോക്കണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ന്യൂറോളജി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോട്ടെ. നെഫ്രോളജി ആണ്. Nephrology focuses on the diagnosis and treatment of diseases which affect our kidney. അതെ, നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് രോഗം നിവാരണം, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്, അതുപോലെ രോഗം വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ മെത്തേഡുകൾ ഒക്കെ സ്വീകരിക്കുന്ന ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, ഹൈപ്പർ ടെൻഷൻ, റിനൽ റിപ്ലേസ്മെന്റ് തെറാപ്പി, ഇതൊക്കെ ഇതിനകത്ത് വിടും. ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ, ഓക്കെ, ഇതൊക്കെ നെഫ്രോളജിസ്റ്റുകൾ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. നെഫ്രോളജിസ്റ്റ് ആണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതും. അപ്പൊ റിനൽ റിപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? റിനൽ മീൻസ് കിഡ്നി എന്നാണ് അതിന്റെ ഒരു വേറൊരു വേർഡ് അങ്ങനെ ഉപയോഗിച്ചേക്കുന്നതാണ്. കിഡ്നി റിപ്ലേസ്മെന്റ് ചെയ്യുന്ന തെറാപ്പീസ്, ഡയാലിസിസ്, അതുപോലെ മറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റുകളാണ്. അപ്പൊ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞതിൽ ഇൻക്ലൂഡ്സ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത്
ഓക്കെ, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിലാണ് പറയാം. ഓക്കെ, അപ്പൊ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് പോലെ, അതുപോലെ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം our body requires a certain percentage of vitamins, minerals, calcium, അല്ലെ, പ്രോട്ടീൻസ്, ഒരുപാട് സാധനം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണം. എന്നാൽ ചില മിനറൽസ് നമ്മുടെ ശരീരത്തില് ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ആവശ്യത്തിനുള്ള മിനറൽസ് നമ്മുടെ ബോഡിക്കകത്ത് ഇല്ലാത്തതുകൊണ്ട്, അതായത് അത് ബാലൻസ്ഡ് ആകാത്തൊരു രീതിയിൽ, നമുക്കറിയാലോ ഷുഗർ, വാട്ടർ കണ്ടന്റ് എല്ലാം ഒരു ആവറേജ് ലെവലിൽ നമ്മുടെ ബോഡിയിൽ ഇത്ര പെർസെന്റേജ് വേണമെന്ന് അറിയാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന മിനറൽസ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അത് വേണമെങ്കിൽ ഞാൻ അവിടെ നോട്ട് ചെയ്യാനായിട്ട് എഴുതി തരാം, നിങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ കിഡ്നി, അതുപോലെ തന്നെ കിഡ്നിയിൽ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള രോഗങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. ആൻഡ് ഓൾസോ റെനൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ്, പിന്നെ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത്, ഡയഗ്നോസിസ് ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യുന്നത് ഒക്കെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്താണെന്നൊന്ന് അവിടെ എവിടെയെങ്കിലും ഒന്ന് നോട്ടിന്റെ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലൊക്കെ സ്ഥലം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ച് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. It occurs when you have too much or not enough of certain minerals in our body. Too much or not enough minerals in our body. ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നുകൂടി ഉണ്ട്. അതിന് വേർഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നുകൂടി എഴുതി വെക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം പിന്നീടൊക്കെ നമുക്കൊന്ന് അറിയാലോ അതെന്താ സംഭവം എന്ന്. ക്ലിയർ ആയോ? നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമുക്ക് എഴുതിയും ഞാൻ തരുന്നുള്ളൂ. അല്ലാത്തതൊക്കെ അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ നോട്ട് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ തന്നെ അറിയാലോ. ഇവര് പറയണോ, ഇറ്റ് ഒക്കേഴ്സ് വെൻ യു ഹാവ്, ചിലപ്പോഴൊക്കെ ഹൈപ്പർ ടെൻഷൻ, ഒരു കിഡ്നി ഇഷ്യൂസിന് ഒരു സാധ്യതയുണ്ട്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെയാണ്. അത് ചിലപ്പോഴൊക്കെ കിഡ്നി പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷനോട് അതിനകത്ത് പെട്ടേക്കണേ. ഇറ്റ് ഒക്കേഴ്സ് വെൻ യു ഹാവ് ടു മച്ച് ഓർ നോട്ട് ഇനഫ് ഓഫ് മിനറൽസ്. You have too much or not enough of minerals in your body. ബ്രാക്കറ്റില് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൂടി എഴുതാം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഓക്കെ, അടുത്തത് പറയട്ടെ? ഇത് കഴിഞ്ഞു എല്ലാവരും? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തത് ന്യൂക്ലിയർ മെഡിസിൻ ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇതൊരു മെഡിസിൻ ആണ്. എന്ത് മെഡിസിൻ ആണ്? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഇമേജിംഗ് ആണ്.
ഇമേജിംഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തരം എന്താ പറയാ, നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്, നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ചില ഓർഗൻസിനെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് കാണാനായിട്ട് ഫോട്ടോ എടുത്ത് നോക്കാം, അല്ലെ? അങ്ങനെയൊക്കെ നോക്കാം. നമുക്ക് എന്താ പറയാ, പുറമെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ചില ഇമേജിംഗ് ടെസ്റ്റുകൾ ഇന്ന് നടക്കുന്നുണ്ട്, അല്ലെ? പല രീതിയിലുള്ള ഇമേജിംഗ് ടെസ്റ്റുകൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലും ഇമേജിംഗ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് കൂടുതൽ ടെക്നോളജി ഡെവലപ്ഡ് ആകുന്നതനുസരിച്ച് പുതിയ മോഡലുകൾ, മൊഡാലിറ്റീസ് വന്നുകൊണ്ടേ ഇരിക്കും ഇനി. അപ്പൊ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ടെക്നോളജിയാണ്, ഒരു ഇമേജിംഗ് ടെസ്റ്റിംഗ് രീതിയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ന്യൂക്ലിയർ മെഡിസിൻ ഇന്ത്യയിലുണ്ടോ എന്നാണ് ചോദ്യം. ന്യൂക്ലിയർ മെഡിസിൻ ഇന്ത്യയിലുണ്ടോ എന്നാണോ? ഇഷ്ടംപോലെ ഇല്ലേ? ഉണ്ടല്ലോ. ഇമേജിംഗ് നോക്ക്, നമ്മൾ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് ഉണ്ടോന്ന്. നിങ്ങൾ തന്നെ ഉത്തരം പറയൂ കേട്ടോ. ഇത് എന്ന് പറയുന്നത് ടു ഡയഗ്നോസിസ് ആൻഡ് അസർടൈൻ ദ സിവിയറിറ്റി ഓഫ് അവർ വെറൈറ്റീസ് ഓഫ് ഡിസീസസ്. നമ്മുടെ ചില രോഗങ്ങളുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചില രോഗങ്ങൾ കണ്ടെത്താനും കൂടി വേണ്ടിയിട്ടാണ്. ഇന്ന രോഗം ഉണ്ടോ, അതെവിടെയാണ്, ആ രോഗം എവിടെയാണെന്ന് മാത്രമല്ല നമുക്ക് അതിനുള്ള മരുന്നുകൾ കൊടുക്കാനും അല്ലെങ്കിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത് ഫോർ ക്യാൻസേഴ്സ്, അതായത് പലതരത്തിലുള്ള ക്യാൻസേഴ്സ്, ഹാർട്ട് ഡിസീസസ്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ എൻഡോക്രൈൻ സിസ്റ്റം, അതായത് നമ്മുടെ സ്റ്റൊമക് സംബന്ധമായിട്ടുള്ള ഇതൊക്കെ അകത്താണ്, ഇന്റേണൽ ആണ്, എല്ലാം ഉള്ളിലേക്കാണല്ലോ. പിന്നെ മാത്രമല്ല ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, നമ്മൾ തൊട്ട് മോളിൽ പറഞ്ഞ ന്യൂറോളജി സംബന്ധമായിട്ടുള്ള ഇതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതിന്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇന്റേണൽ ഓർഗൻസിനെ ഇമേജ് ചെയ്യണം. ഇന്ന് ചില മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ട് നമുക്ക് ഇന്ന്, അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെ ഒക്കെ ഇമേജസ് അവരെങ്ങനെ എടുക്കണം, സ്കാനിങ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇതിനകത്ത് അവരെന്താ ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ, അതായത് റേഡിയോ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ് അവർ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് വിളിക്കും. ഇത് റേഡിയേഷൻ കൊടുത്തിട്ട്, അതായത് ഇമേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് എവിടേക്ക് കിടക്കുന്നു, ഏതൊക്കെ പൊസിഷനിലാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിച്ചാലാണ്, അത് അങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ട് അത് നമുക്ക് വിസിബിൾ ആകണം. അകത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്നു, അത് ഒരു സാധനം അകത്തേക്ക് കടത്തി വിട്ടു, അകത്തേക്ക് കടത്തി വിട്ടുന്ന സാധനം നമുക്ക് എങ്ങനെയാ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് എവിടെയാണ് പ്രശ്നം, വയറിനകത്താണോ, ഇൻഡസ്റ്റൈനിലാണോ, ഹാർട്ടിനകത്താണോ, ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇമേജിന് സംഭവം. ഇത് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ഇമേജസ് ആയിട്ട് കാണണം. അതിനുവേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ, അതിന്റെ മോണിറ്റർ, അതിന്റെ ഹെഡ്ഫോൺ കൂടി അത് അവിടേക്ക് ഡിസ്പ്ലേ ചെയ്ത് അതിനെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇന്ന് എല്ലാ ഡിവൈസസും ഇതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ട് ഇതെല്ലാം കമ്പ്യൂട്ടറുമായിട്ടാണ് കണക്ട് ചെയ്യുക. നമ്മളെ പലതും കമ്പ്യൂട്ടറിൽ കാണിച്ചു തരില്ലേ, ഇന്നതാണ്ടോ നിങ്ങളുടെ പ്രശ്നം, എവിടെയാണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് കാണിക്കാറില്ലേ? അങ്ങനെ അതൊന്നും കണ്ടിട്ടില്ലേ? നമ്മള് കാണാത്തവരാണോ? ഇഷ്ടംപോലെ എന്തൊക്കെ അസുഖങ്ങൾക്ക് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ENT-യിലൊക്കെ പോയി കഴിഞ്ഞപ്പോ ചില കുട്ടികളുടെ, അത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, കുട്ടിയുടെ മുഖില് ഒരു എന്താ പറയാ ഒരു ചെറിയ ചെരിവ് വളവുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഈ മുക്കിൽ കൂടി എന്തെങ്കിലും ഇട്ടാലും അത് കുറച്ച് സ്ഥലം വരെ പോകുന്നുള്ളൂ, പിന്നെ അതിനൊരു ബെൻഡ് ഉണ്ട്, അത് ഉള്ളിലകത്തേക്കുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ആ സ്ക്രീനിൽ കാണിക്കുന്ന രീതിയിൽ ഡോക്ടർ നമുക്ക് കാണിച്ചു തന്നത്. ഇത് ഇന്നതാണ്, എവിടെയാണ് അതിന്റെ ആ ഒരു ചെറിയ ബെൻഡ് ഉള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ഹാർട്ടിലുള്ള പ്രോബ്ലംസ്, ക്യാൻസേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിലെ പല ഭാഗങ്ങളിലാണ്. ഇപ്പൊ ക്യാൻസർ വരാത്ത സ്ഥലമില്ല. അപ്പൊ ഇത് എവിടെയാണെന്ന് കണ്ടെത്തണം. അത് അവിടെ നിന്ന് വേരോടെ പിഴുത് മാറ്റിയാലാണ് മറ്റ് എന്താ പറയുക ഓർഗൻസിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുള്ളൂ. അപ്പൊ അതൊക്കെ കെയർഫുൾ ആയിട്ടൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ന്യൂക്ലിയർ മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അതിനു വേണ്ടി ഉപയോഗിക്കാം. ന്യൂക്ലിയർ മെഡിസിൻസ് ഉപയോഗിക്കുന്ന പല മേഖലകളും ഉണ്ട്. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ആൻഡ് ഓൾസോ സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. അപ്പൊ ഇതിലൊക്കെ ഇത്തരം ഡിസീസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയാണ്. ക്യാൻസറിനകത്ത് റേഡിയേഷൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ, അതായത് അവിടുത്തെ ആ ഭാഗത്തെ സെൽസിനെയൊക്കെ കരിയിച്ച് കളഞ്ഞിട്ട് എന്താ പറയാ വീണ്ടും അവിടെ അത് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിനു വേണ്ടിയിട്ട് ദേ ആർ ഹാവിംഗ് സം സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. ഇതിനു വേണ്ടിയിട്ട് ആ ഡോക്ടേഴ്സ് അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ക്യാമറാസ് ആയിരുന്നു അതിൽ ഫിക്സ് ചെയ്തിരിക്കും. നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ടായിട്ട് അവർ കടത്തി വിടുമ്പോൾ ദേ ക്യാൻ ട്രേസ്
ഈച്ച് ആൻഡ് എവറി ഓർഗൻ, ഓരോ ഓർഗൻസ് അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റും, എവിടെയാണ് അസുഖം എന്ന് ട്രേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഇമേജസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഇവര് ഈ മെഡിസിൻസ് അല്ലെങ്കിൽ ഈ ഫാർമാസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നത്. ഇനി ന്യൂക്ലിയർ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഇൻട്രാവീനസ്, നമുക്കറിയാം IV കാനുല ഉപയോഗിച്ചിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന IV കാനുല വെക്കില്ലേ, അതിൽ കൂടിയൊക്കെ കടത്തി വിട്ടിട്ട് അഡ്മിനിസ്റ്റർ ദ ന്യൂക്ലിയർ മെഡിസിൻ, ഈ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും മൊഡാലിറ്റീസ് ആയിട്ട്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് എന്താ പറയാ ഇത്തരം ന്യൂക്ലിയർ മെഡിസിൻസിന് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫിയും അതുപോലെ തന്നെ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, അതായത് പെറ്റും സ്പെക്റ്റും ആണ്. സ്പെക്ട് പെറ്റ് രണ്ടും ഫുൾ ഫോംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് tomography and positron emission tomography are the two common modalities of nuclear medicine. Nuclear medicine ഇന്ന് ആധുനികമായിട്ട് കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ന്യൂക്ലിയർ മെഡിസിന്റെ ഉദാഹരണങ്ങളാണ്. എക്സാമ്പിൾസ് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോംസ് ചോദിക്കാം, അല്ലെങ്കിൽ അത് ഷോർട്ട് ഫോമിൽ പിന്നെ ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാം. അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ ഡിസീസസ് ആണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞില്ലേ, അതും അണ്ടർലൈൻ ചെയ്യണം. എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആർ ഹൈപ്പർതൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉണ്ടല്ലോ, രണ്ട് രീതിയില്ലേ, തൈറോയിഡ് കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് അല്ലെ, രണ്ടും വ്യത്യസ്തമുണ്ട്. എന്തൊക്കെയാത്? ഹൈപ്പർ ഏതാ? ഹൈപ്പർതൈറോയിഡിസം ഏതാ? ഹൈപ്പർ ഏത് വരും? കൂടുതൽ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെ പുറപ്പെടുവിക്കുന്നത്, തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, കൂടുതലാണ്. ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് മോർ തൈറോയ്ഡ് ഹോർമോൺസ്. തൈറോയ്ഡ് ഹോർമോണുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം വരിക. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ എന്താണ്? തൈറോയ്ഡ് ക്യാൻസർ. ചില തൈറോയിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ക്യാൻസറസ് സ്റ്റേജസിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാനും അതിന് ഇത് കൊടുക്കാനും ഒക്കെ. ലിംഫോമാസ് എന്താ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ് അല്ലെ. നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിനെ WBCനെ എഫക്ട് ചെയ്യുന്ന ചില തരത്തിലുള്ള ക്യാൻസർ ആണ് ലിംഫോമാസ്. വേണമെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ലിംഫോമാസ് ഒന്ന് അവിടെ അതിന്റെ പൊക്കത്തിലോ അല്ലെങ്കിൽ നോട്ടിലോ എവിടെയെങ്കിലും എഴുതിയിരിക്കുക. നോട്ടിൽ എഴുതുമ്പോൾ ആ വേർഡ് എഴുതിയിട്ട് ഹൈഫനേറ്റ് ചെയ്താൽ എ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ വിച്ച് അഫക്ട്സ് white blood cells. A type of blood cancer which affects white blood cells. ലിംഫോമാസിന്റെ ഇതാണ് പറഞ്ഞത് എക്സ്പ്ലനേഷൻ. ഹൈപ്പർ തൈറോയിഡിസം അറിയില്ലാത്തവർക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. A situation മറ്റേതാ ഏതാണ് പറയേണ്ടത്? അതിന് മുന്നേ പറഞ്ഞതാ ലിംഫോമാസ്. ടൈപ്പ് ഓഫ് ലിംഫോമാസ് പറയാം. എ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ വിച്ച് അഫക്ട് വൈറ്റ് ബ്ലഡ് സെൽസ്. ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ വിച്ച് അഫക്ട് വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ബ്രാക്കറ്റിൽ ഒരു WBC കൂടി എഴുതി വെച്ചേക്ക്. അപ്പൊ 2-3 കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് തന്നെ പഠിച്ചു അല്ലെ. WBC. നെക്സ്റ്റ് ഹൈപ്പർ തൈറോയിഡിസം ഒന്ന് എഴുതി വെച്ചേക്കാം. ചിലർക്ക് അറിയില്ലായിരിക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. A situation in which thyroid glands produce too much of thyroid hormones, too much of TOO, too much of thyroid hormones. തൈറോയ്ഡ് ഹോർമോൺസ് അതായത് തൈറോയ്ഡ് ഹോർമോണുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് തൈറോയിഡ്. ചില ആളുകളുടെ ശരീരത്തിൽ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, ചില ആളുകളുടെ ശരീരത്തിൽ തീരെ കുറവായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ. ഞാൻ അതിനൊരു എക്സാമ്പിൾ ആണ്. ഞാൻ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളാണ്. മീൻസ് കുറച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ, കൂട്ടാൻ എന്താണാവോ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ സിംറ്റംസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്താണ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് എന്തൊക്കെയാ അവരുടെ ലക്ഷണങ്ങള്, സിംറ്റംസ് എന്താ അതിന്റെയൊക്കെ? അത് കേട്ടിട്ടുണ്ടോ? ഹൈപ്പർ തൈറോയിഡിസം അതിനെന്താ സിംറ്റം? ഹൈപ്പർ എന്ന് പറഞ്ഞാൽ
കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയാണ്. മുടി കൊഴിച്ചിലുണ്ടാകും, യെസ്, ക്ഷീണം ഉണ്ടാകും, ഓക്കെ, കൈവിറക്കലോ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ, ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടായിരിക്കും അല്ലെ, ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാരണം നമ്മൾ പേജ് നോട്ടിന് അത് തന്നെ തൊട്ട് എന്താ പറയാ ഇതായിട്ടുള്ളത്. പിന്നെ സ്പെക്ട് എന്ന് പറയുന്നത് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി ആണ്. പെറ്റ് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ആണ്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ലിംഫോമാസ് നമ്മൾ എഴുതി, ബോൺ പെയിൻ അറിയാലോ, എല്ലുകൾക്കൊക്കെ വേദന, അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാൻസേഴ്സ്, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ട്രേസ് ചെയ്യണം, അത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. ഇതിനൊക്കെ ഇമേജ് കാണണം. ഈ ഇമേജ് കാണുന്നത് സ്ക്രീനിലാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ. ഈ കമ്പ്യൂട്ടറിലെ സ്ക്രീനിലേക്ക് കാണണമെങ്കിൽ എവിടെ നിന്ന് കിട്ടണം? അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിനകത്തേക്ക് പല ഇതുപോലെയുള്ള ചില ചെറിയ ക്യാമറ ഫിറ്റ് ചെയ്യുക ചില ഉപകരണങ്ങൾ നമ്മളുടെ ഇൻട്രാവിനസ് കൂടിയോ, അതായത് നമ്മുടെ ഐ വി കൂടിയൊക്കെ കയറ്റി അത് എന്ത് ചെയ്യുന്നു, കടത്തി വിട്ടിട്ടാണ് അതെവിടെയാണ് രോഗം കണ്ടുപിടിക്കുന്നത്, രോഗം അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ആ രീതിയിലായിരിക്കും. സ്കാനിങ് മറ്റു കാര്യങ്ങളിലൊക്കെ റേസ് ഇങ്ങനെ ശരീരത്തിലേക്ക് കടത്തി വിട്ടിട്ടാണ്. ഏതാ ഹൈപ്പോയിലാണ് വെയിറ്റ് ലോസ് ആണ് വരിക, മറ്റേ ഹൈപ്പറിൽ വെയിറ്റ് ലോസ്, ഹൈപ്പറിനകത്ത് വെയിറ്റ് ലോസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഒരു ലക്ഷണം, ഒരു സിംറ്റം ഏതായിരിക്കും? ഹൈപ്പോയിന്റെ ഒരു സിംറ്റം ഏതാ? എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി പറയും? വെയിറ്റ് ഗെയിൻ, യെസ്, അതന്നെ. യെസ്, അപ്പൊ ക്ലിയർ ആയില്ലേ? കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ ആണ് നമ്മൾ പഠിച്ചത്. യെസ്, ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഹൈപ്പറില് വെയിറ്റ് ലോസും ഹൈപ്പോയില് വെയിറ്റ് ഗെയിനുമാണ്. യെസ്, അത് തന്നെ. അടുത്തത് ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓങ്കോളജി എന്തിനായിരിക്കും ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? ടു ട്രീറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ്. ട്രീറ്റ്മെന്റ് കൊടുക്കാൻ മാത്രമല്ല, ഈ ക്യാൻസർ എന്ന് പറയുന്ന ആ രോഗം എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ചെയ്യണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഡയഗ്നോസിസ് ചെയ്യണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ടേക്ക് മെഷേഴ്സ് ടു പ്രിവെന്റ് സച്ച് ക്യാൻസേഴ്സ്. ഇത്തരം ക്യാൻസേഴ്സ് പ്രിവെന്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് മെഷേഴ്സ് ഒക്കെ എടുക്കണം. മാത്രമല്ല ബ്ലഡ് ഡിസോർഡേഴ്സ്, ക്യാൻസറസ് ട്യൂമേഴ്സ്, ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. അതായത് ബ്ലഡ് ഡിസോർഡേഴ്സും അതുപോലെ തന്നെ ക്യാൻസറസ് ട്യൂമേഴ്സും. ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? മുഴാന്നാണ് കേട്ടോ. നോട്ട് കാണുന്നില്ലേ? ആർക്ക് കാണുന്നില്ലേ? ഹലോ ഹലോ ഹലോ, ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടെന്ന് ചിലപ്പോ റേഞ്ച് പോയതായിരിക്കും. ഒന്ന് എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം മാറിയിരിക്കണേ. ഓക്കെ, എന്താണ് ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴാന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ക്യാൻസറസ് ട്യൂമർ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ക്യാൻസർ ആണോ അല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മാത്രമല്ല ഇറ്റ് പ്രൊവൈഡ്സ് കീമോതെറാപ്പി ട്രീറ്റ്മെന്റ്, റേഡിയോതെറാപ്പി ട്രീറ്റ്മെന്റ്, ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സിനും ബ്ലഡ് ഡിസോർഡേഴ്സിനും ഒക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, കീമോതെറാപ്പി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ റേഡിയോതെറാപ്പി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. ഇവിടെയും നമ്മൾ നേരത്തെ ന്യൂറോളജിയിൽ പറഞ്ഞ പോലെ patients come to this department from other referrals by other physicians. മറ്റേതെങ്കിലും ഫിസിഷ്യൻസ് ഒക്കെ റെഫർ ചെയ്ത റെഫറൽസുമായിട്ടായിരിക്കും ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പേഷ്യൻസ് സ്വാഭാവികമായിട്ട് വരിക. സാധാരണഗതിയിൽ അങ്ങനെയാണ്. അല്ലാണ്ട് നേരിട്ട് എന്തെങ്കിലും വേഗം അങ്ങോട്ട് വന്നിട്ട് ഡോക്ടറെ എനിക്ക് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുകയല്ല. ഇപ്പൊ കുറച്ച് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നീർക്കെട്ട് അല്ലെങ്കിൽ വേദനയൊക്കെ ആണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നീർക്കെട്ടായിരിക്കും എന്ന് വിചാരിക്കും. കുറച്ച് ദിവസമൊക്കെ നമ്മൾ അതുപോലെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അത് മരുന്ന് ഉണ്ടാക്കി പുരട്ടിയൊക്കെ നിൽക്കും. അതിനുശേഷം കുറയാണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഫിസിഷ്യൻസിനൊക്കെ ആദ്യം പോയി കാണാം. അവര് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ തന്ന് വിടും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ 1-2 പ്രാവശ്യമൊക്കെ തന്നു കഴിഞ്ഞിട്ട് അത് വീണ്ടും അതിൽ യാതൊരു മാറ്റമൊന്നും ഇല്ലെങ്കിലാണ് അവരെന്ത് ചെയ്യും, റെഫർ ചെയ്യും ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും പേഷ്യൻസ് ഇങ്ങോട്ട് വരിക. And also doctors have to make tumor removal surgeries ഒക്കെ ഇവർ ഇതിനകത്ത് നടത്തുന്നുണ്ട്. ഇത്തരം മുഴകളൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ. And also it will be sent for verification.
വിച്ച് ഇസ് കോൾഡ് ബയോപ്സി. അതിനുശേഷം ഈ ട്യൂബേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ചിലപ്പോൾ അത് പല എന്താ പറയുക അതിന്റെ കാര്യങ്ങൾ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി ക്യാൻസർ ആണോ അല്ലേ എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അത് സെൻഡ് ചെയ്തു, ബയോപ്സിക്ക് സെൻഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദേ ക്യാൻ കൺക്ലൂഡ് ദാറ്റ്. അതിനുശേഷമാണ് വെദർ ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട്. ഈ പറയുന്ന മുഴ ആൾക്ക് അത് ഹാനികരമാണോ ഹാർംഫുൾ ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ സെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹാവ് 3 മേജർ ഏരിയാസ്. അതിന്റെ ആ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം മേജർ ആയിട്ട് അവർ ഓരോന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഗൈനക്കോളജിയിൽ പറഞ്ഞതുപോലെ ഇവിടെയും ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, മെയിൻ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് മെഡിസിൻ കൊടുത്ത് അല്ലെങ്കിൽ കീമോതെറാപ്പി അതിൽ കൂടിയൊക്കെ വേഗം മാറും. അത് ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജിലൊക്കെ അങ്ങനെയൊക്കെ മതിയായിരിക്കും അല്ലെ. ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഹാവ് ദ മെഡിസിൻ ആൻഡ് ഓൾസോ ആ പറയുന്ന പർട്ടിക്കുലർ ഇന്റർവെൽസിൽ കീമോതെറാപ്പീസും മാത്രം പ്രൊവൈഡ് ചെയ്ത് ക്യാൻ ബി ക്യൂർ, ആ ക്യാൻസർ ക്യൂർ ചെയ്യാൻ പറ്റും. അതാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. സർജിക്കൽ ഓങ്കോളജിയിൽ ആസ് ദ നെയിം സജസ്റ്റ്, ആ നെയിമിൽ പറയുന്നത് പോലെ തന്നെ അതിനകത്ത് സർജറിയും കൂടി വരുന്നുണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് ബയോപ്സി ആൻഡ് ഓൾസോ സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. ട്യൂമറൊക്കെ ഇങ്ങനെ ഉടച്ച് റിസെക്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഉടച്ച് കളയുക അല്ലെങ്കിൽ മുറിച്ചെടുത്ത് ബയോപ്സിക്ക് അയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ആ ഒരു മേഖലയാണ് സർജിക്കൽ ഓങ്കോളജി. അപ്പൊ അവിടെ അതൊക്കെയാണ് നടക്കുന്നത്. സർജറി രീതിയിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സർജിക്കൽ ഓങ്കോളജിയിലാണ്. മറ്റേത് മെഡിസിൻസും കൊടുക്കുന്നു, കീമോതെറാപ്പി മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഈസ് റേഡിയേഷൻ ഓങ്കോളജി. ഇവിടെ റേഡിയോ തെറാപ്പി, ദാറ്റ് മീൻസ് റേഡിയേഷൻ തെറാപ്പിയാണ് ഉപയോഗിക്കുക. ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഹൈ ഡോസ് റേഡിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിന് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? കിൽ ദ ക്യാൻസർ സെൽസ്, ക്യാൻസർ സെല്ലുകളെ എന്താ പറയുക നശിപ്പിച്ചു കളയാനായിട്ട് റേഡിയേഷൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ ഓങ്കോളജിനെ 3 ഡിഫറെന്റ് ഏരിയ ആയിട്ട് അവർ ചെയ്യുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വർക്ക് അല്ലെങ്കിൽ സർവീസസ് കാരണമാണ് അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ഓങ്കോളജി മെഡിസിൻ കൊടുക്കുന്നു, കീമോതെറാപ്പി കൊടുക്കുന്നു. സർജിക്കൽ ഓങ്കോളജി സർജറി പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡിംഗ് ബയോപ്സി, റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, ഇത് നടത്തുന്നത് കൊണ്ട് അതിന് അങ്ങനെ പേര് വന്നു സർജിക്കൽ ഓങ്കോളജി. റേഡിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഹൈ എനർജി ഉള്ള ആക്സിലറേറ്റഡ് ആയിട്ടുള്ള എനർജി ഉപയോഗിച്ചിട്ട് റേഡിയേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ടു കിൽ ക്യാൻസർ സെൽസ്, ക്യാൻസർ സെൽസിനെ കിൽ ചെയ്യാൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് കൂടുതലൊന്നും എഴുതാനൊന്നുമില്ല. ഇതൊക്കെ ഒരു സിമ്പിൾ സെന്റൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ല. ആ 3 ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ പല രീതിയിലും അങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്, കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. ഒന്ന് മാർക്ക് ചെയ്തൊക്കെ പോകാട്ടാണ്, നന്നായിട്ട് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ പഠിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടേ നമ്മൾ അണ്ടർലൈൻ ചെയ്തൊക്കെ പഠിക്കുമല്ലോ, അതുപോലെ പഠിക്കാം. ഓക്കെ. സോ നമ്മൾ ഇന്ന് എത്ര ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു? ഓർമ്മയുണ്ടോ? ആദ്യം പഠിച്ചത് ഏതാ? ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തുടങ്ങി നമ്മൾ. ഹെപ്പറ്റോളജി, ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ്, ന്യൂറോളജി, നെഫ്രോളജി, ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് ഓങ്കോളജി. ഇത്രയും പറഞ്ഞതൊക്കെ മനസ്സിലായോ എല്ലാവർക്കും? അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ, ഒഫ്താൽമോളജി. നന്നായിട്ട് വായിച്ചു നോക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തിനാണ്, ഏതിനാണ്, ആരൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത് വലിയ പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പോകുമ്പോൾ ഏത് മേഖലയിലും ഏത് ഡിപ്പാർട്ട്മെന്റും നമ്മളോട് ചോദിക്കും ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ. അപ്പൊ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മളവിടെ പോയിട്ട് ഈ പറയുന്ന സർജറീസോ ഇതൊന്നും ചെയ്യണ്ട, പക്ഷെ എങ്കിലും ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് അറിവുള്ളവരായിട്ട് നമ്മൾ അവിടെ പ്രവർത്തിക്കണ്ടേ അല്ലെ. ഇതൊന്നും അറിയാതെയാണോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചെന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നേക്കണേന്ന് ആരെങ്കിലും ചോദിച്ചാലോ മോശമല്ലേ. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ക്ലിയറായല്ലോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്കിന്ന് ഇവിടെ ക്ലോസ് ചെയ്യാം, നിർത്താം. ഓക്കെ, താങ്ക് യു.